മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അനുകരിച്ച് ജനങ്ങൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ തൃക്കരിപ്പൂരിന്റെ ജനപ്രതിനിധിയായി തുടരാൻ സന്ദീപ് വാര്യർക്കാവുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി. സന്ദീപ് വാര്യർ എംഎൽഎയുടെ തൃക്കരിപ്പൂർ മണ്ഡലം ഓഫീസ് ടൗണിൽ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് ജനങ്ങളെ സ്നേഹിക്കാൻ പരമാവധി പഠിക്കുക. നമുക്കറിയാം, ഈ ഉമ്മൻചാണ്ടിയാണ് കാസർഗോഡിന്റെ വികസനത്തെക്കുറിച്ച് ആദ്യമായി ഒരു കമ്മിറ്റി വെച്ചത്. ശ്രീ രമേശ് ചെന്നിത്തല KPCC പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഒരു യാത്ര നടത്തി. ആ യാത്രയിൽ അദ്ദേഹത്തിന് ഒരുപാട് നിവേദനങ്ങൾ കിട്ടി. കേരളത്തിലെ 14 ജില്ലകളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജില്ലയാണ് ഈ കാസർഗോഡ്. രമേശ് ചെന്നിത്തല എന്ന KPCC പ്രസിഡന്റ് ആ നിവേദനങ്ങളെല്ലാം കൂടി ക്രോഡീകരിച്ച് അന്നത്തെ കേരള മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തു, ഈ കാസർഗോഡിന്റെ പിന്നോക്കാവസ്ഥ മാറ്റിയെടുക്കണം എന്ന്. അങ്ങനെയാണ് ശ്രീ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി ഇവിടെ ജില്ലാ കളക്ടറായിരുന്ന പ്രഭാകരനെ ഒരു ഏകാംഗ കമ്മീഷനായി വെച്ചു. ആ ഏകാംഗ കമ്മീഷൻ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രി കൊടുത്തു. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം M. മുഹമ്മദ് റാഫി, നീലേശ്വരം നഗരസഭ അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, ഈസ്റ്റ് അളരി പഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി, വലിയപുറം പഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T. നാരായണൻ, പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു, DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ AGC ബഷീർ, TC റഹ്മാൻ, CMP കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ VK രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിലെ പഞ്ചായത്ത് കോംപ്ലക്സിലാണ് MLA ഓഫീസ് പ്രവർത്തിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.